ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുള്ളവരുടെ കരിമ്പട്ടികയ്ക്ക് നിയമപരിരക്ഷ നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പശ്ചിമ ബംഗാളിലൂടെ റോഹിംഗ്യ മുസ്ലിങ്ങൾ ഇന്ത്യയിലെത്തി രാജ്യത്താകമാനം വ്യാപിക്കുകയാണ്. വ്യാജ ആധാർ കാർഡും വോട്ടർ കാർഡും ബംഗാളിൽ നിന്നാണ് ഉണ്ടാക്കി നൽകുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. പി ബസന്ത് നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനം എന്താണ് ഈ വിഷയത്തിൽ? ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ബില്ലിന്റെ ചർച്ചയിലുള്ള മറുപടിയിലാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് ഒരു ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ട്, അതായത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമുള്ള അല്ലെങ്കിൽ നിയന്ത്രണമുള്ളവരുടെ ഒരു പട്ടികയുണ്ട്. ആ പട്ടികയ്ക്ക് നിയമപരമായ ഒരു പരിരക്ഷ നൽകും അല്ലെങ്കിൽ ലീഗൽ സ്റ്റാറ്റസ് നൽകുമെന്നാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ സഭയിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. നോർത്ത് 24 പർഗാന ജില്ലയിൽ നിന്നാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ഈ ജില്ലയിലെ 400 കിലോമീറ്ററോളം വരുന്ന അതിർത്തിയിലൂടെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കടന്നു വരുന്നു. അവർ വ്യാജ ആധാർ കാർഡും വോട്ടർ കാർഡും ഉണ്ടാക്കി രാജ്യത്തെ മറ്റു പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ആഭ്യന്തരമന്ത്രി ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ അസം സർക്കാർ, അതായത് ആസാമിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ശബ്ദ വോട്ടോടെ ബില്ല് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.